بها في جميع الدروس وعلى آله وصحبه وسلم വതവറുക്കുൻ ഫി തശഹുദിൻ അഖീറിൻ അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തിരിക്കലാണ് സുന്നത്ത്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം നമ്മൾ നേരത്തെ പറഞ്ഞു. തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ വലതുകാല് നാട്ടി വെച്ച് കുത്തിവെച്ച് ഇടതുകാല് അതിൻ്റെ ഉള്ളിലേക്ക് കൂടി കടത്തി വിട്ട് ചന്തി നിലത്ത് വെച്ചിരിക്കുന്ന ഇരുത്തം, അതാണ് അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവസാനത്തെ തശഹുദിൽ തവറുക്കിൻ്റെ ഇരുത്തിരിക്കുക. അതിന് മുമ്പിലുള്ള അത്തഹിയാത്തിലും ഇരുത്തങ്ങളിലും ഒക്കെ പിന്നെ ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ് ഇരിക്കേണ്ടത്. ഈ അവസാനത്തെ അത്തഹിയാത്തിൽ തന്നെ ലാ യഅഖുബുഹു സുജൂദ് സഹവിൻ, സഹവിൻ്റെ സുജൂദ് അതിൻ്റെ ഉടനെയായി കടന്നു വരാത്ത അവസാനത്തെ അത്തഹിയാത്താണ് പറയുന്നത്. ശേഷം സഹവിൻ്റെ സുജൂദ് ചെയ്യാനുണ്ടെങ്കിൽ ഈ അത്തഹിയാത്തിലും ഇഫ്തിറാഷിൻ്റെ അടുത്ത് തന്നെയാണ് ഇരിക്കേണ്ടത്. പിന്നെ തവറുക്കിൻ്റെ അടുത്ത് ഇരിക്കേണ്ടത് പിന്നെ സഹവിൻ്റെ സുജൂദും കഴിഞ്ഞിട്ടുള്ള ഇരുത്തത്തിലാണ് തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കുക. അപ്പോൾ ഏറ്റവും ലാസ്റ്റത്തെ ഇരുത്തത്തിലാണ് തവറുക്കിൻ്റെ ഇരുത്തം വരേണ്ടത്. അപ്പോൾ സഹവിൻ്റെ സുജൂദ് ശേഷം ചെയ്യാനില്ലാത്ത അവസാനത്തെ അത്തഹിയാത്തിൽ തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കുക. വവളഉ കഫൈഹി ഫി തശഹുദൈഹി, രണ്ട് തശഹുദിലും രണ്ട് അത്തഹിയാത്തിലും അവൻ്റെ രണ്ട് മുൻകൈ വെക്കുക. അലാ ത്വറഫി റുക്കുബത്തൈഹി, അവൻ്റെ രണ്ട് മുട്ടിനോട് അടുപ്പിച്ച് വെക്കുക, അതിൻ്റെ ത്വറഫിൽ വെക്കുക. നാഷിറൻ അസ്വാബിഅ യുസ്റാഹു, എങ്ങനെയാണ് വെക്കേണ്ടത്? അത്തഹിയാത്തിൽ വെക്കേണ്ട കോലാണ് പറയുന്നത്. ഇടയിലിരുത്തത്തിലൊക്കെ വെക്കേണ്ട കോലം നമ്മൾ നേരത്തെ പറഞ്ഞു. അത്തഹിയാത്തിലാവുമ്പം ചെറിയ വ്യത്യാസമുണ്ട്. എങ്ങനെയാണ്? ഇടത് കയ്യിൻ്റെ വിരലുകൾ പരത്തിയിട്ട് തന്നെ വെക്കുക. ബിലമ്മിൻ, പരത്തി വെക്കുക എന്ന് പറഞ്ഞാൽ ഖിബിലയിലേക്ക് കൂട്ടിപ്പിടിച്ചിട്ട്. അപ്പോൾ വജാഇലൻ അസ്വാബിഅ യുംനാഹു, അതേസമയം വലത് കയ്യിൻ്റെ വിരലുകളാക്കുക. കആഖിദി സലാസത്തിൻ വഖംസീൻ, 53 പിടിച്ചവനെ പോലെ ആക്കുക. പഴയ കാലത്തൊക്കെ വിരലുകൾ മടക്കിക്കൊണ്ട് എണ്ണം പറയുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ 53 പിടിക്കും പോലെ എന്ന് പറഞ്ഞാൽ 3 വിരലുകൾ മടക്കി വെച്ച് നമ്മുടെ മുസബ്ബിഹ വിരലും ഇബ്ഹാം വിരലും, അതായത് ചൂണ്ടുവിരലും തള്ള വിരലും അഴിച്ചു വിട്ടിട്ടുള്ള ആ പിടുത്തം, ആ ബാക്കി 3 വിരലുകൾ മടക്കി വെച്ചിട്ടുള്ള ആ ഒരു പിന്നെ രീതിയാണ് എന്താക്കേണ്ടത്? വലത് കൈ പിന്നെ പിടിക്കേണ്ടത്. ആ രീതിയിലാണ് പിടിക്കേണ്ടത്. നമ്മളെ വറഫഉ മുസബ്ബിഹതിഹാ ഇൻദ ഹംസതി ഇല്ലല്ലാഹു, ലാ ഇലാഹ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ ആ ഹംസ ഉച്ചരിക്കുന്ന സമയത്ത്, ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ഹംസ ഉച്ചരിക്കുന്ന സമയത്ത് അവൻ്റെ ചൂണ്ട് വിരൽ ഉയർത്തുക. മുൻഹനിയത്തൻ കലീലൻ, ഉയർത്തുമ്പോൾ നേരെ സ്ട്രൈറ്റ് ആയിട്ട് എന്താക്കേണ്ടത്? കൂടുതൽ പൊക്കി വെക്കുകയല്ല വേണ്ടത്, കുറച്ച് താഴ്ത്തിയിട്ടിട്ട് എന്താക്കുക? ഉയർത്തുക. പിന്നെ അനക്കാതെ വെക്കുക, അനക്കിക്കൊണ്ടിരിക്കലല്ല. ആ മുസബ്ബിഹ വിരൽ ഒരല്പം താഴ്ത്തിയതായിട്ട് ഉയർത്തുക. കിബിലൻ്റെ സമത്ത് എന്താക്കണ്ട? വിട്ട് കിടക്കണ്ട. നേരെ കിബിലൻ്റെ ദിശ വിട്ട് കിടക്കാൻ പറ്റില്ല, കാബയിലേക്ക് ചൂണ്ടുന്ന കോലത്തിൽ തന്നെ. പക്ഷേ അതിൻ്റെ അറ്റം കുറച്ച് താഴ്ത്തിയിട്ട് വെക്കുക. അതേസമയം നേരെ ഭൂമിയിലേക്ക് അങ്ങോട്ടല്ല, മുട്ടിലേക്ക് താഴ്ത്തിയിട്ടല്ല, ഒരല്പം താഴ്ത്തിയതായിട്ട് പിന്നെ വിരൽ ഉയർത്തിപ്പിടിക്കുക, ചൂണ്ടുവിരൽ ഉയർത്തിപ്പിടിക്കുക. വൈബ്ഖാഉഹ മർഫൂഅതൻ, അതങ്ങനെ തന്നെ ഉയർത്തിയിട്ട് തന്നെ ബാക്കിയാക്കുക. ഇലൽ ഖിയാമി അവിസ്സലാമി, രണ്ടാലൊന്നല്ല ഉണ്ടാകും. ഒന്നെങ്കിൽ ഒന്നാമത്തെ തഹിയാത്താണെങ്കിൽ അവൻ ഇനി എഴുന്നേറ്റ് നിൽക്കണം. അപ്പോൾ ഖിയാമ് വരുന്നത് വരെ, അവൻ എഴുന്നേറ്റ് നിൽക്കുന്ന സമയം വരേക്കും അതങ്ങനെ തന്നെ വെക്കുക. അവിസ്സലാമി, അല്ലെങ്കിൽ അവസാനത്തെ തഹിയാത്താകുമ്പോൾ സലാം വീട്ടുന്ന സമയം വരേക്കും അവൻ എന്താക്കുക? ആ രീതിയിൽ തന്നെ പിടിച്ചു നിൽക്കുക. അല്ലാ യുജാവിസ ബസ്വർഹു ഇഷാറത്തഹ, അവൻ്റെ നോട്ടം ആ ചൂണ്ടുന്നതിനെ വിട്ടുകടത്താതിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ അതുവരെ സുജൂദിൻ്റെ സ്ഥാനത്തേക്കായിരുന്നു നോക്കിയിരുന്നത്. അതുമുതൽ നമ്മൾ ആ ചൂണ്ടിയ വിരലിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സലാം വീട്ടുന്നത് വരെ എന്താക്കുക? ആ ചൂണ്ട് വിരലിലേക്ക് നോട്ടം കേന്ദ്രീകരിക്കുക. രണ്ട് അത്തഹിയാത്തിലും പൂർണ്ണമായ രീതിയിൽ അത്തഹിയാത്ത് ഓതുക. അഖല്ലു തശഹുദ് നമ്മൾ നേരത്തെ പറഞ്ഞു. അത്തഹിയാത്തു ലില്ലാഹ് സലാമുൻ അലൈക അയ്യുഹൻ നബിയ്യു എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചുരുങ്ങിയ നിലക്കുള്ള അത്തഹിയാത്ത് പറഞ്ഞു. എന്നാൽ ഒന്നാമത്തെ അത്തഹിയാത്തായാലും രണ്ടാമത്തെ അത്തഹിയാത്തായാലും എന്താക്കുക? അത് പൂർണ്ണമായ നിലക്ക് ഓതുക. അതും സുന്നത്താണ്. വഹുവ, ഏതാണ് ഈ പൂർണ്ണമായ അത്തഹിയാത്ത്? അത്തഹിയാത്തുൽ മുബാറകാതു സ്വലവാതു ത്വയ്യിബാതു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇത് എന്താക്കണം? നമ്മൾ ശ്രദ്ധിച്ചിട്ട് അതിലെ അക്ഷരങ്ങളൊന്നും വിട്ടുപോകാതെ, അതിൽ അഖല്ലു തശഹുദിൽ ഒരൊറ്റ ഹർഫ് പോലും വിട്ടുപോകാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞില്ല. പത്തുൽ അവിടെ പറഞ്ഞിട്ട് കാണാം.
വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നൊക്കെ പറയുമ്പോൾ ആ എന്താകണം, തൻവീനെ റായിലേക്ക് ഇദ്ഗാം ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ ആ റായിൻ്റെ ശ്രദ്ധിക്കണം. അല്ല ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അന്ന് നൂന് ലാഹിറാക്കാൻ പാടില്ല, ലാമിന് ഷദ്ദ് കൊടുക്കാണ് വേണ്ടത്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എന്താക്കണം, പിന്നെ അത്തഹിയാത്ത് ഓതുക. ഇനിയോ ഇതാണ് പൂർണ്ണമായ അത്തഹിയാത്ത്. അത്തഹിയാത്തിന് ശേഷം ബഅദ തശഹുദിൽ അഖീർ, അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം ബി അക്മലി സ്വലാത്തി അലൻ നബി, എന്തായാലും അത്തഹിയാത്തിന് ശേഷം സ്വലാത്തുകളാണല്ലോ, ആ സ്വലാത്ത് പൂർണ്ണമായ സ്വലാത്ത് കൊണ്ടുവരിക. അതായത് ഇബ്രാഹിമിയ സ്വലാത്ത് ശേഷം എന്താക്കുക, ആലിൻ്റെ പേരിൽ കൂടിയുള്ള സ്വലാത്ത് ഉദ്ദേശിക്കുന്നത്. വഹുവ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ സയ്യിദന ഇബ്രാഹിം വഅലാ ആലി സയ്യിദന ഇബ്രാഹിം വബാരിക് അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദിൻ കമാ ബാറക്ത അലാ സയ്യിദന ഇബ്രാഹിം വഅലാ ആലി സയ്യിദന ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. പിന്നെ എന്താക്കുക, സുമ്മ ബിദ്ദുആഇൽ മഅ്സൂർ, പിന്നെ ഹദീസിൽ വന്ന ദുആ ചെയ്യുക. اللهم اغفر لي ما قدمت وما أخرت وما سررت وما أعلنت وما أسرفت وما أنت أعلم به مني أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال اللهم إني ظلمت نفسي ظلما كثيرا كبيرا. രണ്ടും കൂടി പറയലാണ് നബി ഇമാമൊക്കെ പറഞ്ഞ രണ്ട് റിവായത്തും കൂടി ജമ്മ ചെയ്യലാണ്. ഇവിടെ ഒന്ന് എഴുതിയിട്ടാണെന്നല്ലോ ഞാൻ വായിക്കുന്ന കിതാബിൽ. اللهم إني ظلمت نفسي ظلما كبيرا كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم يا مقلب القلوب ثبت قلبي على دينك. ഇത് സമയമുള്ളവരൊക്കെ പൂർണ്ണമായും തന്നെ ചെല്ലുക, ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നത്. അപ്പോൾ പൊതുജമാഅത്തിന്റെ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അവനിക്ക് പിന്നെ ഇതില്ല, ദുആ മറ്റു സ്വലാത്തിനേക്കാളും അധികരിപ്പിക്കാൻ പാടില്ല. ആ രീതിയിൽ എന്താക്കുക, പിന്നെ അവസാനത്തെ തഹിയാത്ത്, പിന്നെ അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ കബീർ എന്നൊക്കെ കുറച്ച് സായിദയാക്കാൻ പറ്റുന്നവർ സായിദയാക്കുക, അനുവാദമുള്ളവർ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നല്ല നിസ്കരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.